നമസ്കാരം. ജയറാം ഉർവശി കോമ്പിനേഷൻ, ഈ രണ്ട് പേരുകൾ കേട്ടിട്ട് ഒരു കോമ്പിനേഷൻ എന്ന് കൂടെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് സിനിമകളുണ്ട്. കുറച്ചധികം വർഷങ്ങളായി അവർ ലീഡ് റോളുകളിൽ ചെയ്ത ഒരു സിനിമ വന്നിട്ട്, അതായത് നായകനും നായികയുമായിട്ട് വന്ന ഒരു സിനിമ വന്നിട്ട്, അങ്ങനെ ഒരു സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തമിഴ് സിനിമയാണ്, പരിമള ആൻഡ് കോ ആണ് സിനിമയുടെ പേര്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കറാണ് ചിത്രം നിർമ്മിക്കുന്നത്. പാണ്ഡ്യരാജാണ് സിനിമയുടെ സംവിധായകൻ. പാണ്ഡ്യരാജ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത പല ആർട്ടിസ്റ്റുകളും, ഇപ്പോൾ ശിവകാർത്തികേയനും വിജയ് സേതുപതിയും സൂര്യയും ഒക്കെ തന്നെ പാണ്ഡ്യരാജ് സിനിമകളിലെ നായകനായിട്ടുള്ളതാണ്. പണ്ടുതൊട്ടേ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഈ പരിമള ആൻഡ് കോ എന്ന് പറയുന്നത്. അതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹൈപ്പിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ചെറിയ വിവാദം കറങ്ങി നടക്കുന്നുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. സിനിമയുമായി ബന്ധപ്പെട്ടല്ല, സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട് നടൻ ജയറാം കൊടുത്ത ചില അഭിമുഖങ്ങളാണ് ഇപ്പോൾ ജയറാമിനെ തന്നെ വില്ലനായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് കാഴ്ച. അതായത് തമിഴ്നാട്ടിൽ അദ്ദേഹം പല യൂട്യൂബ് ചാനൽസിലും അല്ലാത്തടത്തൊക്കെ പോയി അദ്ദേഹം അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വികാരങ്ങൾ കൂടുതലായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് തമിഴ് ജനതയുമായിട്ടൊരു ക്ലോസ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, തമിഴിൽ കൂടുതൽ സിനിമകൾ ചെയ്യുക. അത് നമ്മൾ ജയറാമിൻ്റെ കുറച്ചധികം സിനിമകൾ, ഒരു ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പോസ്റ്ററൊക്കെ കഴിഞ്ഞ് മലയാളത്തിൽ സജീവമാകാൻ പോവുകയാണെന്നൊക്കെ ജയറാം പറഞ്ഞെങ്കിൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. തമിഴിൽ അദ്ദേഹം ഒരുപാട് സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ധനുഷ് നായകനായ ഈ ചിത്രത്തിലായ കരയിലെ വില്ലൻ ജയറാമാണ്. ഇപ്പോൾ പല സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്പി എന്ന കഥാപാത്രമായിട്ട് പൊന്നിയിൻ സെൽവനിൽ ഒരു സഹതാരം ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തെലുങ്കിൽ രാംചരണിൽ പോയിട്ടൊരു കോമഡി വേഷം ചെയ്യുന്നുണ്ട്. സൂര്യ റെട്രോയിൽ വന്നിട്ട് വേറൊരു സഹനടൻ വേഷം ചെയ്യുന്നുണ്ട്. അങ്ങനെ സഹനടൻ, വില്ലൻ, ഒരു കോമഡി ക്യാരക്ടർ ആർട്ടിസ്റ്റ്, ഇപ്പോൾ നായകൻ, അങ്ങനെ പല രീതിയിൽ തമിഴ് സിനിമയിൽ അദ്ദേഹം ഒരു വെഞ്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ മലയാളം ആർട്ടിസ്റ്റുകൾക്കും നല്ലൊരു മൈലേജ് ഉണ്ട്. ഇപ്പം കരയിൽ തന്നെ സുരാജ് വെഞ്ഞാറമൂടുണ്ട്. സുരാജിന് ഇനിയും സിനിമകൾ ഉണ്ട് തമിഴ്നാട്ടിൽ. ഇന്ദ്രൻസ് ഇപ്പോൾ കറപ്പിലൂടെ തന്നെ ഗംഭീരമായ അഭിപ്രായം നേടുന്നുണ്ട്. കറപ്പിൽ തന്നെ സ്വാസികയും അനഘയും ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ വരുന്നുണ്ട്. അങ്ങനെ മലയാളി ആർട്ടിസ്റ്റുകൾക്കൊക്കെ തന്നെ ഭയങ്കരമായൊരു മൈലേജ് അവിടെ കിട്ടുന്നുണ്ട് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. എന്ത് തന്നെയായാലും ഇപ്പോൾ ജയറാം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ആ അഭിമുഖം, നമുക്ക് ഡയറക്റ്റ് കോൺടാക്സിലേക്ക് വരാം. 2020 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഒരു ഫ്രെയിമുണ്ട്. അതായത് ഈ 5 നടന്മാരും കൂടി ഒരുമിച്ച് വരുന്നത്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്. ഇതാണ് ഉദ്ദേശം. ദിലീപ് മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ ആ ഫ്രെയിമിലില്ല, ദിലീപില്ല. ബാക്കി 4 പേരും കൂടി നടന്നു വരുന്നൊരു സീക്വൻസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി സംവിധായകനായ ജോഷി ജയറാമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ജയറാം പറയുന്നു, ഇല്ല, ആ സമയത്ത് എനിക്ക് ദീപാവലിയുണ്ട്, ദീപാവലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ ജോഷി ചോദിക്കുകയാണ്, ദീപാവലിക്ക് വീട്ടിൽ പോകണോ അതോ 4 സ്റ്റാർസും കൂടി ഒരുമിച്ച് നടക്കുന്ന ഒരു ഫ്രെയിം വേണമോ? അപ്പോൾ ജയറാം പറയാൻ, എനിക്ക് ദീപാവലിക്ക് വീട്ടിൽ പോയാൽ മതി, ചെന്നൈയിലെ വീട്ടിൽ ഞാൻ ഓടി വരികയായിരുന്നു, അതുപോലും കളഞ്ഞിട്ട്, ഏത് പ്രധാനപ്പെട്ട 4 സ്റ്റാർസും കൂടി ഒരുമിച്ച് നടക്കുന്ന ഫ്രെയിം കളഞ്ഞിട്ട് ഞാൻ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ജയറാം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം. ഇതിനകത്ത് 2 പോയിന്റുകളുണ്ട്. ഒന്ന്, ജയറാം ഈ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒന്ന്, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം എന്നുള്ളതാണ് ഒന്ന്. 2, തമിഴ്നാട്ടിൽ വികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ 2 പോയിന്റുകളായിരിക്കുമല്ലോ. ആണ്. ഇനി നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഇത് സത്യസന്ധമായ കാര്യമാണോ? അല്ല എന്നാണ് മറുപടി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ ജയറാം കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ ഇതേ 2020 വിഷയം അവിടുത്തെ ആങ്കർ കുത്തിപ്പൊക്കി. അപ്പോൾ കുത്തിപ്പൊക്കിയപ്പോഴേക്കും ജയറാം പറഞ്ഞത്, ഞാൻ ആ സമയത്ത് ശബരിമലയിലായിരുന്നു എന്നുള്ളതാണ്. അതായത് ജോഷി സാർ ഇതുപോലെ ചോദിക്കുന്നു, ലാസ്റ്റ് ഫ്രെയിമാണ്. അപ്പോൾ ജയറാം പറയുന്നു, എനിക്ക് ശബരിമലയിൽ പോകണം, അതുകൊണ്ട് ഞാൻ ശബരിമലയ്ക്ക് പോവുകയാണ് എന്നതാണ് പറഞ്ഞിരുന്നത്. അതായത് ഭാഷ മാറുന്നതനുസരിച്ച്, സംസ്കാരം മാറുന്നതനുസരിച്ച് കഥകളും മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ജയറാമിൻ്റെ തള്ളുകഥകൾ ഇൻഡസ്ട്രിയിൽ ഇതിനു മുമ്പും വൈറലായിട്ടുള്ള കാര്യങ്ങളാണ്. ജയറാം ഒരു 100 സിംഹം വരുന്നതെന്ന് പറയുമ്പോൾ സിദ്ദിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ ജയറാം, ഒരു 50 സിംഹമാക്കി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഉള്ളൊരു കഥ കയറ്റി പറയുക, എക്സാജറേറ്റ് ചെയ്യുക, അതിലൂടെ ഒരു ഹ്യൂമർ കണ്ടെത്താൻ ശ്രമിക്കുക എന്നൊക്കെ ജയറാം ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നല്ലോണം ഹിറ്റാവാറുണ്ട്. ജനങ്ങൾ അതൊന്നും കീറി മുറിച്ച് എക്സ്റേ ഒന്നും എടുത്ത് പരിശോധിക്കുന്ന ആളുകളൊന്നുമില്ല. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർ എക്സാജറേറ്റ് ചെയ്ത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറഞ്ഞാൽ എടുക്കും. പക്ഷേ വികാരത്തിൽ തൊട്ട് കളിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ജയറാമിനെതിരെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്. അതായത് ഹ്യൂമൻ ഇമോഷൻസിൻ്റെ, ഹ്യൂമൻ വികാരത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണോ ജയറാം എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും മലയാളി ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശബരിമലയുടെ കാര്യം പറയുക. ഇപ്പം തന്നെ നമുക്കറിയാം, സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജയറാമിൻ്റെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. പക്ഷേ ജയറാം അവിടെ ഒരു ഹ്യൂമൻ വികാരം, അതായത് ശബരിമല കാരണം വേണ്ട എന്ന് വയ്ക്കുന്നു. അപ്പോൾ ജയറാം ഒരു പാവം, അല്ലെങ്കിൽ ജയറാമിന് അങ്ങനെ ഒരു ഫിഗർ കിട്ടുക എന്നുള്ളതായിരിക്കാം ഒരു ഉദ്ദേശം. തമിഴ്നാട്ടിൽ പോകുമ്പോൾ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ തമിഴ് കൾച്ചറിന് എത്രമാത്രം റൂട്ടഡായിട്ട് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ജയറാം. ഇതൊക്കെയായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 2 കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ജയറാമിൻ്റെ ഈ ഒരു നിലപാടുകളെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഒന്നുകിൽ ഒരു കഥ പറയണം,
അല്ലെങ്കിൽ അത് പിന്നീട് മാറ്റി പറയരുത്, അല്ലെങ്കിൽ അന്ന് പറഞ്ഞ കള്ളമാണെങ്കിൽ അത് കള്ളമാണെന്ന് ബോധ്യം ഉണ്ടായിട്ട് പിന്നീടുള്ള എല്ലാ അഭിമുഖത്തിലും ആ ചോദ്യം വരികയാണെങ്കിൽ അതേ കള്ളം ആവർത്തിക്കുകയും ചെയ്യണം. പക്ഷേ ഇതങ്ങനെ പറ്റില്ലല്ലോ. ജയറാം അന്ന് മലയാള സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ജയറാം മലയാളത്തിൽ കുറവാണ് സിനിമകൾ ചെയ്യുന്നത്, തമിഴ്നാട്ടിലേക്കാണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടേതായ രീതിയിലേക്ക് മാറണം എന്നുള്ളതും കൊണ്ടായിരിക്കാം. ഇത് അദ്ദേഹത്തിൻ്റെ കരിയർ ഷേപ്പിങ്ങുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ കരിയർ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് എന്ത് വേണോ ചെയ്യാം. പക്ഷേ മലയാളി ഓഡിയൻസിൻ്റെയോ അല്ലെങ്കിൽ തമിഴ് ഓഡിയൻസിൻ്റെയോ വികാരത്തെ കണക്കിലെടുക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പബ്ലിക് റയോട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആളുകൾ ജയറാമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ട്രോൾ ചെയ്യുന്നതും ഏറിക്കയറ്റുന്നതും ജയറാമിൻ്റെ കള്ളത്തെ പൊളിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. എന്തായാലും പരിമള ആൻഡ് കോ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് വിവാദങ്ങളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് സിനിമ ഒരു തരത്തിലും നിഴലിലേക്ക് ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുമില്ല. ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകൻ കൂടിയാണ് ഞാൻ. കാരണം ജയറാം ഉർവശി കോമ്പിനേഷനിൽ ഒരു കോമഡി ചിത്രം വരും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുത്തം പുതുകാലം എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു ആന്തോളജി വിഭാഗത്തിൽ വന്ന സിനിമയിൽ ജയറാം ഉർവശിയും കൂടെ വന്നിരുന്നു. പക്ഷെ അതൊരു ഹ്യൂമർ പടമായിരുന്നില്ല. അത് ത്രൂ ഔട്ട് അവർ മാത്രമുള്ളൊരു സിനിമയുമല്ല. പക്ഷേ ഇത് ഇവർ രണ്ടുപേരും മാത്രം ഷോൾഡർ ചെയ്യുന്നൊരു സിനിമ പോലെ തോന്നുന്നു. ദൃശ്യത്തിൻ്റെ കുറച്ച് റെഫറൻസസ് ട്രെയിലേഴ്സിൽ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും വരുമ്പോഴാണ് ജയറാമിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ ജയറാമിനെ ഏറി നിർത്തിയേക്കാണ്. പല രീതിയിലുള്ള ചോദ്യങ്ങൾ ജയറാമിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് തരത്തിൽ ഒരു മറുപടിയും ജയറാം പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുതാപരമായ കാര്യം. ഇത് സത്യമാണെന്നോ കള്ളമാണെന്നോ ഇതെന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നോ എന്ന് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ധാരണയോ ഒരു തരത്തിലുള്ള മറുപടിയോ ജയറാം നൽകുന്നുമില്ല. ജയറാമിൻ്റെ ഓവർ വിനയം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ഇങ്ങനെ വിനയം ഓവറായിട്ട് കാണിക്കുന്നത് എന്തിനാണ്? താങ്കൾക്ക് താങ്കളുടെ വില അറിയില്ലേ? എന്തിനാണ് ഈ ചില ചാനൽസിലൊക്കെ പോയിട്ട് ഓവറായിട്ട് വിനയം കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളും ജയറാമിനെ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതുപോലെ ചില നുണകൾ പറയുന്ന രീതിയിൽ വരുമ്പോഴേക്കും അത് ഓഡിയൻസിന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോ ഭാഷ അനുസരിച്ചും ഓരോ ടെറൈൻ അനുസരിച്ചും മാറ്റിപ്പറയുന്ന കഥകളും കൂടി വരുമ്പോഴേക്കുമാണ് ജയറാമിനെ ഇപ്പോൾ ഈ കാണുന്ന ഒരു എയർ മോഡിലേക്ക് പ്രേക്ഷകർ മാറ്റിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.